ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഭരണഘടനാ വിഭാഗത്തിൽ നിന്ന്, കോൺസ്റ്റിറ്റ്യൂഷൻ സിലബസിൽ തന്നിട്ടുള്ള ഭാഗത്തിൽ നിന്ന് PSC നേരത്തെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത് അല്ലെങ്കിൽ ഏവ എന്നാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടെത്തേണ്ടത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഒന്നാമത്തേത്, ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് കേട്ടോ. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്നൊരു നിർദ്ദേശം 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ് അംഗീകരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തേത്, ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജനുവരി 22-നാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു എന്നതാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പക്ഷെ അവതരിപ്പിച്ച ഡേറ്റ് വ്യത്യാസമുണ്ട്. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946-ലാണ്. 1946 ഡിസംബർ 13-നാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. എന്നാൽ ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജനുവരി 22-നാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 4 മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? പൗരത്വവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തേത്, OCI എന്നതിൻ്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നതാണ്. OCI കാർഡാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. OCIയുടെ പൂർണ്ണരൂപം അല്ലെ ഫുൾ ഫോം എന്താണ്? ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നതാണ്. അപ്പോൾ ഒന്നാമത്തേത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഭരണഘടനയുടെ 2-ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 2-ാം ഭാഗത്ത് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകളായിട്ടാണ് ഭരണഘടനയുടെ 2-ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 1ഉം 2ഉം ശരിയാണ് എന്ന് കിട്ടുമ്പോൾ നമുക്ക് ഡി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ബാക്കി നോക്കാം. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തേത് തെറ്റാണെന്ന് കിട്ടുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കുന്നതിനായിട്ട് വിസ ആവശ്യമില്ല. അപ്പോൾ 1ഉം 2ഉം 4ഉം സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞത് ആരാണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. നോക്കാം. ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഇത്തരത്തിലുള്ളൊരു അഭിപ്രായം ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞത് ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് കേട്ടോ. ജസ്റ്റിസ് ഹിദായത്തുള്ള. അപ്പോൾ 3 ആണ് ആൻസർ. 3 വരുന്നത് ഓപ്ഷൻ സിയിലാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇപ്രകാരം പറഞ്ഞത്, ആമുഖത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞത് ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ്. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ശരിയായിട്ടുള്ള പ്രസ്താവനയല്ലേ? നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ഏതൊക്കെയാണത്? ആർട്ടിക്കിൾ 15, 16, 19, 29, 30 എന്നിവയാണ്. ആർട്ടിക്കിൾ 15, 16,
19, 29, 30 എന്നീ ആർട്ടിക്കിളുകളാണ് പൗരന്മാർക്ക് മാത്രമായി ലഭ്യമാകുന്ന മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 15, 16, 19, 29, 30 എന്നിവയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ചില മൗലിക അവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണ് കേട്ടോ. നിയമത്തിനു മുൻപിൽ തുല്യതയ്ക്കുള്ള അവകാശം. നിയമത്തിനു മുൻപിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. ഈ ഒരു അവകാശം ഏത് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഏത് വകുപ്പിലാണ് അല്ലെങ്കിൽ ഏത് അനുച്ഛേദത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? നിയമത്തിനു മുന്നിൽ സമത്വം, അതുപോലെ നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം, നിയമത്തിനു മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 14 നമ്മൾ നേരത്തെ പഠിച്ചു. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂന്ന്. ആ സെറ്റ് ഓഫ് ആർട്ടിക്കിളുകളിൽ ഈ ഒരു 14 എന്നൊരു ആർട്ടിക്കിൾ വരുന്നില്ലല്ലോ. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയല്ലേ? ഏതൊരു വ്യക്തിക്കും നിയമത്തിന് മുൻപിൽ തുല്യതയ്ക്കുള്ള അവകാശമുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. 1, 2, 3 എന്നിവ ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ സിയും ഓപ്ഷൻ ബിയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. നാലാമത്തെ നോക്കിയ സ്റ്റേറ്റ്മെൻറ്റ്. പൊതുതൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. ആർട്ടിക്കിൾ 16 ആർട്ടിക്കിൾ 16 അവസര സമത്വം എന്നൊരാശയം പറയുന്നത്. പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16 പൗരന്മാർക്ക് മാത്രമേ ലഭ്യമാകൂ. പൊതു തൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 4 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏവ. ഇന്ത്യ കടമെടുത്ത ആശയങ്ങളും രാജ്യങ്ങളുമാണ് ഏതാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്? അയർലൻഡിൽ നിന്നാണ് അല്ലേ? അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ. ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്, അയർലൻഡിൽ നിന്നാണ്. 1 ബി ആയിട്ടാണ് കണക്ട് ചെയ്തത് നമുക്ക് മനസ്സിലായി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ സിയും ഓപ്ഷൻ ബിയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി 2 സിയുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. 2 സി ആണ് മൗലിക കർത്തവ്യങ്ങൾ. മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അതുപോലെ 5 ഇയർ പ്ലാൻ, 5 ഇയർ പ്ലാൻ, പഞ്ചവത്സര പദ്ധതികൾ, 5 ഇയർ പ്ലാൻ FYP ആണ് കേട്ടോ. FYP 5 ഇയർ പ്ലാൻ ഏകദേശം ഒരുപോലെ പ്രാസം തോന്നുന്നില്ലേ? FD അതുപോലെ FYP. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും 5 ഇയർ പ്ലാനും കടം കൊണ്ടിട്ടുള്ളത് USSRൽ നിന്നാണ്, റഷ്യയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അതൊരു പ്രാസം പോലെ പഠിച്ചു വെച്ചാൽ ഉപകാരപ്രദമായിരിക്കും. മൗലിക കർത്തവ്യങ്ങൾ എവിടെ നിന്ന് കടമെടുത്തു? റഷ്യയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ 2 കിട്ടിയിട്ടുണ്ട്. അടുത്തത് അവശിഷ്ടാധികാരങ്ങൾ അല്ലെങ്കിൽ റെസ്യൂഡിയറി പവേഴ്സ് കടം കൊണ്ടിട്ടുള്ളത് കാനഡയിൽ നിന്നാണ് കേട്ടോ. കാനഡയിൽ നിന്നാണ്. അവശിഷ്ടാധികാരങ്ങൾ മാത്രമല്ല, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നൊരു ആശയം, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന ആശയം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരങ്ങൾ ഇതെല്ലാം കടം കൊണ്ടിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. ഓക്കെ, ഭരണഘടനാ ഭേദഗതി എവിടെ നിന്ന് കടം കൊണ്ടു? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. നമ്മുടെ അവസാനത്തെ ഓപ്ഷനാണ്, ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി കടം കൊണ്ടിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അതുപോലെ രാജ്യസഭയിലെ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പും കടമെടുത്തിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. രാജ്യസഭയിലെ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പും ഭരണഘടനാ ഭേദഗതിയും അമെൻമെൻറ്റും കടം കൊണ്ടിട്ടുള്ളത്, ഈ ഒരു ആശയം കടം കൊണ്ടിട്ടുള്ളത് എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ എ ആണ് കേട്ടോ. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്, മൗലിക കർത്തവ്യങ്ങൾ റഷ്യ, അവശിഷ്ടാധികാരങ്ങൾ കാനഡ, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയുമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഏത് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്? അപ്പോൾ യോഗ്യതകൾ തന്നിട്ടുണ്ട്, ഏത് സ്ഥാനത്തേക്കുള്ളതാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തേത് ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്തേത് 35 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നതാണ്. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. പ്രധാനമന്ത്രിയാകുന്നതിന് എത്ര വയസ്സായിരിക്കണം? 25 വയസ്സുണ്ടായിരുന്നാൽ മതി. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ പാർലമെന്ററി നേതാവിനെയാണ് പ്രധാനമന്ത്രിയായിട്ട് രാഷ്ട്രപതി നിയമിക്കുന്നത്.
അദ്ദേഹത്തിന് 25 വയസ്സ് പ്രായം, മിനിമം 25 വയസ്സ് പ്രായം ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിയാകാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഓപ്ഷൻ ബി കട്ടായി പോയിട്ടുണ്ട്. അടുത്തത്, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്. ലാഭകരമായ ഒരു പദവിയും വഹിക്കാൻ പാടില്ല എന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യതയുണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ കീ പോയിന്റ് കേട്ടോ. രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുണ്ടായിരിക്കണം. രാഷ്ട്രപതി ഉണ്ട്, ഗവർണർ ഉണ്ട്, ഉപരാഷ്ട്രപതി ഉണ്ട്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തിരഞ്ഞെടുപ്പിനുള്ള യോഗ്യതകൾ ഏകദേശം സിമിലർ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വ്യത്യാസമുള്ള ഒരു പോയിന്റ്, രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ സവിശേഷത അല്ലെങ്കിൽ യോഗ്യത എന്തൊക്കെയാണ് പറയുന്നത്? ഒന്ന്, ഇന്ത്യൻ പൗരനായിരിക്കണം എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്തേത് 35 വയസ്സ് പൂർത്തിയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് ആദായം പറ്റുന്ന ഒരു പദവിയും കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വഹിക്കാനായിട്ട് പാടില്ല എന്ന് പറയുന്നുണ്ട്. ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്. അപ്പോൾ അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രാഷ്ട്രപതി ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്, ലോകസഭ അംഗമാകുന്നതിനുള്ള യോഗ്യതകളാണ് രാഷ്ട്രപതിക്ക് ഉണ്ടായിരിക്കേണ്ടത്. ലോകസഭയാണ് കേട്ടോ. ലോകസഭാ അംഗമായിരിക്കുന്നതിനുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണം രാഷ്ട്രപതിക്ക്, തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക്. അപ്പോൾ രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കേണ്ടത് ഉപരാഷ്ട്രപതിക്കാണ്, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വ്യക്തിക്കാണ് കേട്ടോ. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ആദായം പറ്റുന്ന പദവികൾ കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വഹിക്കാൻ പാടില്ല, ഒരു രാജ്യസഭാംഗത്തിനുള്ള എല്ലാ യോഗ്യതകളും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ഏത് സ്ഥാനത്തെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്? ഉപരാഷ്ട്രപതിയെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളെയും കണ്ടെത്തുക. പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളും. ആദ്യം നമുക്ക് പുസ്തകങ്ങളൊന്ന് നോക്കാം. ദി പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ. ദി പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ, നിയമങ്ങളുടെ അന്തസത്ത അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ലോസ്, ഇന്ത്യ 2020, മൈ ട്രൂത്ത് എന്നിവയാണ് പുസ്തകങ്ങൾ. കണ്ടോ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പുസ്തകം, മൈ ട്രൂത്ത്. ആരാണ് രചയിതാവ്? ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധിയുടെ പുസ്തകമാണ് മൈ ട്രൂത്ത് എന്നത്. മൈ ട്രൂത്ത് ഓർത്തിരിക്കുക. ഇനി ഇതൊരിക്കലും ഈ ഒരു പുസ്തകം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റാൻ പാടില്ല കേട്ടോ. മൈ ട്രൂത്ത് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയുടെ പുസ്തകമാണ് മൈ ട്രൂത്ത്. അടുത്ത പുസ്തകം ഇതാണ്, ദ സ്പിരിറ്റ് ഓഫ് ലോസ്. കംപ്ലീറ്റ് എഡിഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആരാണ് രചയിതാവ്? ആരാണ്? ബാരോൺ ഡെ മൊണ്ടെസ്ക്യൂ ആണ്. മൊണ്ടെസ്ക്യൂ രചിച്ച പുസ്തകമാണ് ദി സ്പിരിറ്റ് ഓഫ് ലോ അല്ലെങ്കിൽ നിയമങ്ങളുടെ അന്തസത്ത എന്ന പുസ്തകം. കണ്ടല്ലോ, നിയമങ്ങളുടെ അന്തസത്ത അല്ലെങ്കിൽ ദി സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മൊണ്ടെസ്ക്യൂ ആണ്. മൊണ്ടെസ്ക്യൂ. അടുത്തത് ദി പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകമാണ്. ദി പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ, രചയിതാവ് ഹംഫ്രി ബെർക്കെലിയാണ്. ഹംഫ്രി ബെർക്കെലിയാണ് ദി പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ എന്ന ഈ ഒരു പുസ്തകത്തിന്റെ രചയിതാവ്. പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ, ഹംഫ്രി ബെർക്കെലി. നാലാമതായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ ഇന്ത്യ 2020, ഇന്ത്യ 2020 എന്നതാണ്. എ വിഷൻ ഫോർ ദി ന്യൂ മില്ലേനിയം എന്ന ഈ ഒരു പുസ്തകം രചിച്ചിട്ടുള്ളത് APJ അബ്ദുൽ കലാം ആണ്. APJ അബ്ദുൽ കലാം വിത്ത് YS രാജൻ എന്നുകൂടി ഒരു പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. APJ അബ്ദുൽ കലാം എന്ന് പഠിക്കുക കേട്ടോ. ഇന്ത്യ 2020 രചിച്ചിട്ടുള്ളത് APJ അബ്ദുൽ കലാം ആണ്. അപ്പോൾ നമ്മൾ പുസ്തകങ്ങളെ പരിചയപ്പെട്ടു. ഇനി പറയൂ, മൈ ട്രൂത്ത് ആരാണ് രചിച്ചത്? മൈ ട്രൂത്ത് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? മൈ ട്രൂത്ത് എന്ന പുസ്തകം രചിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയുടെ പുസ്തകമാണ് മൈ ട്രൂത്ത്. ഇന്ത്യ 2020 അല്ലെങ്കിൽ ഇന്ത്യ 2020 എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ആരാണ്? APJ അബ്ദുൽ കലാമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം. നിയമങ്ങളുടെ അന്തസത്ത, നിയമങ്ങളുടെ അന്തസത്ത അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന ഈ ഒരു പുസ്തകം രചിച്ചിട്ടുള്ളത് ആരാണ്? അത് മൊണ്ടെസ്ക്യൂ ആണ്. മൊണ്ടെസ്ക്യൂ. പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ, ദി പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ഹംഫ്രി ബെർക്കെലിയുമാണ്. ഹംഫ്രി ബെർക്കെലി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതാണ്? പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കമ്മീഷനുകളും അവയുടെ വർഷങ്ങളുമാണ് തന്നിട്ടുള്ളത്. ഒന്നാമതായിട്ട് ബൽവന്തറായി കമ്മീഷനാണ്. ബൽവന്തറായി മേത്ത കമ്മിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്.
1957 ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. 1957 കമ്മിറ്റി രൂപീകരിക്കുകയും 1957 നവംബർ 24 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ബൽവന്തറായി മേത്ത കമ്മിറ്റി 1957 എന്ന് തന്നിട്ടുള്ളത് ശരിയായിട്ടുള്ള ജോഡിയാണ്. രണ്ടാമത്തേത് പി കെ തുങ്കൻ കമ്മീഷനാണ്. പി കെ തുങ്കൻ കമ്മീഷൻ 1988 രൂപീകരിച്ചത്. 1988 ഇവിടെ വർഷം തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 1988 രൂപീകരിച്ച പാർലമെന്ററി സബ് കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ തെറ്റായിട്ടുള്ള ജോഡി ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തേതാണ് തെറ്റായിട്ട് തന്നിട്ടുള്ളത്. ബാക്കി നോക്കാം. അശോക് മേത്ത കമ്മീഷൻ. അശോക് മേത്ത കമ്മീഷൻ 1977 ഡിസംബറിൽ ജനതാ സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റി 1977 മൂന്നാമത്തേതും ശരിയാണ്. സർക്കാരിയ കമ്മീഷൻ തന്നിരിക്കുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് സർക്കാരിയ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് 1983 കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ചിട്ടുള്ളതാണ് സർക്കാരിയ കമ്മീഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ടുള്ള 1983 നിലവിൽ വന്ന കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. അപ്പോൾ അതും ഇയർ വൈസ് കറക്റ്റ് ആയിട്ടുള്ള ജോഡിയായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തേത് മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പി കെ തുങ്കൻ കമ്മീഷൻ വന്നിട്ടുള്ളത് 1988. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 73 74 ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ ഏതൊക്കെ? അപ്പോൾ 73 74 ഭേദഗതികൾ ഏതൊക്കെയാണെന്നറിയാലോ. 73 ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജും 74 ഭരണഘടനാ ഭേദഗതി നഗരപാലിക മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഭേദഗതികൾ വന്നതിന് ശേഷം അതിൽ ഉൾപ്പെടാത്ത അതിൻ്റെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 ഭേദഗതികൾ വന്നതുകൊണ്ട് രൂപീകരിക്കപ്പെട്ട 2 സ്കെഡ്യൂളുകളാണ് ഇവിടെ തന്നിട്ടുള്ളതിൽ 2 ഏതൊക്കെയാ? 73 ഭരണഘടനാ ഭേദഗതി കൂട്ടിച്ചേർത്ത ഒരു ഭാഗമാണ് 9ാമത്തെ ഭാഗമാണ് പറഞ്ഞത്. ഭാഗം 9. ഈ ഭാഗം 9 ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർത്തു. ഏതൊക്കെയാണ്? 243 മുതൽ 243 ഓ വരെ 243 ഓ വരെയാണ് പഞ്ചായത്തി രാജ് 73 ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഭാഗം 9 കൂട്ടിച്ചേർക്കപ്പെട്ടു. ഭാഗം 9 കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങളാണ് 243 മുതൽ 243 ഓ വരെ ഉള്ളത്. ഇനി 73 ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത പട്ടിക ഏതാണ്? പട്ടിക 11 കേട്ടോ. പട്ടിക 11. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്ന കോഡ് വെച്ചിട്ടല്ലേ നമ്മൾ പട്ടിക പഠിക്കുന്നത്. അതിൽ PM എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. PM 11ാമത്തെ പട്ടികയും 12ാമത്തെ പട്ടിക മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരപാലികയുമാണ്. അപ്പോൾ 74ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക ഏതാണ്? 12ാമത്തെ പട്ടികയാണ്. അപ്പോൾ ഇത് രണ്ടും എന്തായാലും ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ആയി പോയിട്ടുണ്ട്. ഓക്കെ. അടുത്തത്, ഈ ഒരു 73ാമതും 74ാമതുമുള്ള ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രൂപീകരിക്കപ്പെട്ടു. പഞ്ചായത്തി രാജ് നിയമത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ് സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഒരു സ്വതന്ത്ര ചുമതലയുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം നടത്തണം എന്നുള്ളത്. സ്വതന്ത്രമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷന് രൂപം നൽകണം എന്നത് പഞ്ചായത്തി രാജ് നിയമത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു. ഇതിൻ പ്രകാരം തിരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പ്, വോട്ടർ പട്ടിക തയ്യാറാക്കൽ ഇതെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. അപ്പോൾ 73ാം ഭരണഘടനാ ഭേദഗതിയുടെ അനന്തരഫലമായി നമുക്ക് പറയാം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം ഉൾപ്പെടുന്നു എന്ന്. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, നഗര പഞ്ചായത്ത്, നഗരസഭ, മുനിസിപ്പൽ കോർപ്പറേഷൻ ഇതിൻ്റെയൊക്കെ ഈ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെയൊക്കെയുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. എന്നാൽ ഇനി വേറൊരു കാര്യം ചോദിക്കാം. ഇത്തരത്തിൽ ഈ ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം നടക്കുന്നതിന് മുൻപേ ഇവിടെ ഇലക്ഷൻ നടന്നിട്ടുണ്ടാവണമല്ലോ. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത് ആരാണ്?
അതായത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നതിന് മുൻപ്, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണത്തിന് മുൻപ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത് ആരാണ്? ഇത്തരത്തിലുള്ള സംവിധാനം ഉപയോഗിച്ചിട്ടാണ് എന്നാണ് ചോദിച്ചത്. സംസ്ഥാന ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള ഒരു സംസ്ഥാന ഭരണ സംവിധാനമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. 73-ാം ഭരണഘടനാ ഭേദഗതിക്ക് ശേഷമാണ് സ്വതന്ത്രമായ നീതിയുക്തമായിട്ടുള്ള ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് 10ാം പട്ടികയാണ്. 10th സ്കെഡ്യൂളിൽ എന്താ പറയുന്നത്? ആൻറ്റി ഡിഫെക്ഷനെ കുറിച്ചാണ്. കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട പട്ടികയാണ് 10ാമത്തെ പട്ടിക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. രണ്ടാമത്തേത് മാത്രമാണ് ഭരണഘടനയുടെ 73-ഉം 74-ഉം ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തതായിട്ട് ഉള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഇതിൽ നമ്മൾ ഓപ്ഷനിൽ തന്നിട്ടുള്ള ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ എന്ന ആൻസർ വരുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ മലയാളി ആര് എന്ന് ചോദിച്ചാൽ ആൻസർ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ ആണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ആര് എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ഫാത്തിമ ബീവി ആണ് കേട്ടോ. ജസ്റ്റിസ് ഫാത്തിമ ബീവി ആണ്. ഫാത്തിമ ബീവി. ഓക്കെ, ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി വനിത. ഫാത്തിമ ബീവിയാണ് ആദ്യത്തെ മലയാളി വനിത. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനായ മലയാളി ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് KG ബാലകൃഷ്ണനുമാണ്. അപ്പൊ നമ്മൾ ചോദ്യം എന്തായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര് എന്നതായിരുന്നു. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. എന്നാൽ ചോദ്യം ഒന്ന് മാറി. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താ? ജസ്റ്റിസ് MM പരീദ് പിള്ളയാണ്. ജസ്റ്റിസ് MM പരീദ് പിള്ളയാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ജസ്റ്റിസ് MM പരീദ് പിള്ള. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് FD, അതുപോലെ FYP 5 ഇയർ പ്ലാൻ എന്നിവയെല്ലാം എടുത്തിട്ടുള്ളത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്, USSRൽ നിന്നാണ്, റഷ്യയിൽ നിന്നാണ്. അപ്പൊ എന്താണ്? മൗലിക കടമകൾ ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് കടമെടുത്തിട്ടുള്ളത്? ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമാണ് പ്രധാനമായിട്ടും നമ്മൾ ഒത്തിരിയധികം ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളത്. ഇതിൽ ബ്രിട്ടനിൽ നിന്ന് ഏക പൗരത്വം നമ്മൾ കടമെടുത്തു. സിംഗിൾ സിറ്റിസൺഷിപ്പ് നമ്മൾ കടമെടുത്തിട്ടുണ്ട്. നിയമവാഴ്ച നമ്മൾ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. നിയമനിർമ്മാണം, നിയമവാഴ്ച എന്നിവ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തതാണ്. നിയമവാഴ്ച, നിയമനിർമ്മാണം എന്നിവ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തു. സിംഗിൾ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഏക പൗരത്വം നമ്മൾ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. ഏക പൗരത്വം, നിയമവാഴ്ച, നിയമനിർമ്മാണം എന്നിവ നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ തിരഞ്ഞെടുപ്പ് സംവിധാനം, ദ്വിമണ്ഡല സംവിധാനം എന്നിവ നമ്മൾ കടമെടുത്തിട്ടുള്ളതും ബ്രിട്ടനിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ് സംവിധാനം, ദ്വിമണ്ഡല സംവിധാനം എന്നിവ തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ്. ഏക പൗരത്വം, നിയമവാഴ്ച, നിയമനിർമ്മാണം എന്നിവയും നമ്മൾ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തു. ഓക്കെ, അടുത്തത് കാനഡയിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ടതാണ് ശക്തമായ കേന്ദ്രമുള്ള ഫെഡറേഷൻ എന്നത്. ശക്തമായ കേന്ദ്രമുള്ള ഫെഡറേഷൻ എന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ് കേട്ടോ. കാനഡ. അതുപോലെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരങ്ങൾ എന്നിവ നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്?
യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവ നമ്മൾ കടമെടുത്തിട്ടുള്ളതും അതുപോലെ അവശിഷ്ടാധികാരങ്ങൾ കടമെടുത്തിട്ടുള്ളതും കാനഡയിൽ നിന്നാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരങ്ങൾ, ശക്തമായ കേന്ദ്രമുള്ള ഫെഡറേഷൻ എന്നീ ആശയങ്ങളും കടമെടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അമേരിക്കയിൽ നിന്ന് പ്രധാനമായിട്ടും ലിഖിത ഭരണഘടന എന്ന ആശയം എടുത്തിട്ടുണ്ട്. ആമുഖം, നിയമത്തിന്റെ മുന്നിലുള്ള തുല്യ പരിരക്ഷ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആശയവും നമ്മൾ കടമെടുത്തിട്ടുള്ളത് യു എസ് എയിൽ നിന്നാണ്. ഓക്കെ, മൗലിക അവകാശങ്ങൾ, ഇവിടെ നമ്മളടുത്ത് ചോദിച്ചത് മൗലിക കടമകളാണ്, FD ആണ്. FR ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന ആശയവും അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, മൗലിക അവകാശങ്ങൾ, നിയമത്തിന്റെ മുന്നിലുള്ള തുല്യ പരിരക്ഷ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ആമുഖം, ലിഖിത ഭരണഘടന എന്നീ ആശയങ്ങളെല്ലാം തന്നെ നമ്മൾ കടമെടുത്തിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചത് മൗലിക കടമകൾ എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഈ ഒരു ആർട്ടിക്കിളിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ ആണ് ഹൃദയവും ആത്മാവും, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പാണ് ആർട്ടിക്കിൾ 32. അതുപോലെ മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദവും ഈ ആർട്ടിക്കിൾ 32 തന്നെയാണ് കേട്ടോ. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? അത്തരത്തിലും ഈ ഒരു ആർട്ടിക്കിളിനെ വിശേഷിപ്പിച്ചത് BR അംബേദ്കർ തന്നെയാണ് കേട്ടോ. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാലും ആർട്ടിക്കിൾ 32 തന്നെയാണ് കേട്ടോ. ആർട്ടിക്കിൾ 32. ആത്മാവും ഹൃദയവും, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആർട്ടിക്കിളും മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആർട്ടിക്കിളും ആർട്ടിക്കിൾ 32 തന്നെയാണ്. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ഇന്ത്യയുടെ ദേശീയ മുദ്രയില്, നാഷണൽ എംബ്ലത്തില് 4 മൃഗങ്ങളെയാണ് കാണാൻ പറ്റുന്നത്. ആന, കാള, സിംഹം, കുതിര. ആന, കാള, സിംഹം, കുതിര എന്നിങ്ങനെ 4 മൃഗങ്ങളെയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ കാണാനായിട്ട് പറ്റുന്നത്. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ചുവടെ തന്നിട്ടുള്ളതിൽ കൂട്ടത്തിൽ പെടാത്തത് സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നിങ്ങനെ തന്നിട്ടുണ്ട്. ഏതാണ്? സ്വത്തവകാശമാണ്. ബാക്കി എല്ലാം തന്നെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് ഫാക്റ്റ് ആണ്. സമത്വത്തിനുള്ള അവകാശം ഏത് ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുന്നത്? 14 മുതൽ 18 വരെയാണ്. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള അനുച്ഛേദങ്ങളിലായിട്ട് പറയുന്നു. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ഭാഗത്തിലും പരാമർശിക്കുന്നു കേട്ടോ. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിലായിട്ട് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചും പരാമർശിക്കുന്നു. ഇനി സ്വത്തവകാശം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ സ്വത്തവകാശം മൗലിക അവകാശമായിരുന്നു. എന്നാൽ ഇപ്പോൾ മൗലികാവകാശമല്ല. എന്തവകാശമാണ്? നിയമ അവകാശമാണ് കേട്ടോ. നിയമ അവകാശമാണ് സ്വത്തവകാശം. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി എത്രയാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത്. സ്വത്തവകാശത്തെ ഭരണഘടനാ ഭേദഗതി ചെയ്ത് നീക്കം ചെയ്ത വർഷം ഏതാണ്? 1979 1979. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. 44-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1979
1949 ഇപ്പോ 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ഏതാണ്? സ്വത്തവകാശം ഇപ്പോൾ ഉള്ള വകുപ്പ് ഏതാണ്? 300A ആണ്. ആർട്ടിക്കിൾ 300A സ്വത്തവകാശത്തെ കുറിച്ച് പരാമർശിക്കുന്നത്. സ്വത്തവകാശത്തെ പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരുന്ന ആർട്ടിക്കിൾ ഏതായിരുന്നു? അത് ആർട്ടിക്കിൾ 31 കേട്ടോ. 31 നിന്ന് മാറ്റിയിട്ടാണ് 300A മാറ്റിയത്. ഓക്കെ. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ഏതാണ്? ഏത് വർഷത്തിലാണ് ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് അംഗീകരിച്ചത്? 1947 ജൂലൈ 22 1947 ജൂലൈ 22 ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഇനി നമ്മൾ നേരത്തെ മുദ്രയെ കുറിച്ച് പറഞ്ഞു അല്ലെ, ഇന്ത്യയുടെ ദേശീയ മുദ്ര. അങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മുദ്രയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1950 ജനുവരി 26 കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചിട്ടുള്ളത് 1950 ജനുവരി 26 ജനുവരി 26 1950 ജനുവരി 26 ദേശീയ മുദ്രയെ അംഗീകരിച്ചത്. ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1950 ജനുവരി 24 കേട്ടോ. ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24 ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി 26 ദേശീയ ഗാനവും ഗീതവും 2 ദിവസം മുന്നേ അംഗീകരിക്കപ്പെട്ടു. ദേശീയ മുദ്ര ജനുവരി 26 അംഗീകരിച്ചത്. ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത് എന്താണെന്ന് അറിയാമോ? ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത് 1957 മാർച്ച് 22 1957 മാർച്ച് 22 മാർച്ച് 22 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത് 1957 മാർച്ച് 22 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത് 1957 മാർച്ച് 22 ദേശീയ പതാകയായിട്ട് ത്രിവർണ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22 ഏകദേശം ഒരുപോലെ ഉണ്ട്, തെറ്റിപ്പോവാതെ പഠിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.